1.5 ഔൺസ് വാഴപ്പിണ്ടിയുടെ നീര് കഴിക്കുന്നത് പൊതുവേ റിക്കറൻ്റായിട്ട് വരുന്ന ഇൻഫെക്ഷൻ കുറയാൻ സഹായിക്കും. അതുമാത്രമല്ല, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കിഡ്നി സ്റ്റോണിന് പൊതുവേ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന അടിഞ്ഞുകൂടുന്ന മിനറലുകളെ അലിയിച്ച് കളയാനുള്ള കഴിവ് ഇതിനുള്ളത് കൊണ്ട് തന്നെ കിഡ്നി സ്റ്റോൺ അലിഞ്ഞു പോകുന്നതിന് ഒരു പരിധിവരെ ഇത് നല്ലതാണ്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതും അതുകൊണ്ട് തന്നെ. മാത്രമല്ല, യൂറിക് ആസിഡ് കുറയാനും ഇത് വളരെയധികം സഹായിക്കും. ഇതിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊരു 40 ml വാഴപ്പിണ്ടിയുടെ നീരെടുത്തിട്ട് അതിനകത്ത് 4 മുതൽ 5 തുള്ളി നാരങ്ങ നീര് ചേർത്ത് കഴിക്കുന്നത് പൊതുവേ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കുറയുന്നതിനും യൂറിക് ആസിഡിൻ്റെ പെയിൻ കുറയുന്നതിനും സഹായിക്കും. യൂറിക് ആസിഡ് ജോയിൻസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ജോയിൻസിന് വേദന ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. പൊതുവേ ഈ പറഞ്ഞ കോമ്പിനേഷൻ, അതായത് വാഴപ്പിണ്ടിയുടെ ചാറിനോടൊപ്പം അല്പം നാരങ്ങ നീര് ചേർത്ത് കഴിക്കുന്നത് ജോയിൻസിൽ അടിഞ്ഞുകൂടുന്ന ഇത്തരത്തിലുള്ള ക്രിസ്റ്റലുകൾ പൊതുവെ പോകുന്നതിന് സഹായിക്കും. ഇതും പൊതുവേ യൂറിക് ആസിഡ് കുറയാനും പെയിൻ കുറയാനും സഹായിക്കാറുണ്ട്. കിഡ്നി സ്റ്റോണിന് ഇത് ഉപകാരപ്പെടുന്നതും ഈ രീതിയിൽ തന്നെയാണ്. ഇതിന് മിനറൽസിനെ, അതായത് നമ്മുടെ കോശങ്ങളിലെ ആവശ്യമില്ലാത്ത മിനറൽസിനെ അലിയിച്ച് കളയാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഇത് ലിവറിനെ ക്ലിയർ ചെയ്യുന്നത്, അതായത് ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കാറുണ്ട്. ലിവറിനകത്താണ് നിങ്ങൾക്കറിയാം ആവശ്യമില്ലാതെ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന പല മെറ്റൽസ് ആണെങ്കിലും കെമിക്കൽസ് ആണെങ്കിലും അടിഞ്ഞുകൂടുന്നത് ലിവറിനാണ് അത് കൂടുതൽ കേടുവരുത്തുന്നത്. എന്നാൽ പതിവായിട്ട് വാഴപ്പിണ്ടി നമ്മൾ തോരൻ വെച്ച് കഴിച്ചാലോ വാഴപ്പിണ്ടിയുടെ ജ്യൂസ് കുടിക്കുകയോ ചെയ്താൽ നമ്മുടെ ലിവറിനെ ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ബൈലിനെ ഇത് ക്ലിയർ ചെയ്യുകയും ചെയ്യും, അതായത് നമ്മുടെ പിത്ത രസത്തെ ക്ലിയർ ചെയ്യുകയും ചെയ്യും. നമുക്ക് പിത്താശയത്തിൽ വരുന്ന കല്ല് പൊതുവേ ഒന്ന് സോഫ്റ്റ് ആകുന്നതിനും അലിഞ്ഞു പോകുന്നതിനും പോലും ഇതിന് കഴിവുണ്ട്. ഇത് പതിവായിട്ട് കഴിക്കുന്നത് വാഴപ്പിണ്ടിയുടെ ചാറോ വാഴപ്പിണ്ടിയോ തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ വാഴപ്പിണ്ടി പതിവായിട്ട് കഴിക്കുന്നവർക്കറിയാം ഇത് വളരെ റിച്ച് ഫൈബറാണ്, അതായത് ഏറ്റവും കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നെഞ്ചരിച്ചിൽ, വയറിനകത്ത് അൾസർ എന്നിവയുള്ളവർക്ക് ഈ ഒരു സാധനം പതിവായിട്ട്, അതായത് വാഴപ്പിണ്ടി പതിവായിട്ട് കഴിക്കുന്നത് നിങ്ങളുടെ അസിഡിറ്റിയും അൾസറും കുറയാൻ നല്ല രീതിക്ക് സഹായിക്കും. മാത്രമല്ല, ഇത് നമ്മുടെ കുടലിൽ ഒരു ചൂല് പോലെ വർക്ക് ചെയ്യും.